ഒരു മനുഷ്യന്റെ ശരീരവും പശുവിന്റെ കാലുമുള്ള ഒരാളെ അവൻ നേരിട്ട് കണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് കാണാം, എന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സംഭവം എന്തോ പോകുന്നുണ്ട്, അതെനിക്ക് കാണാം. താഴെ ഇരിക്കുക ആയാലും മണ്ടക്കാരൻ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. എന്നിട്ട് സൗണ്ട് കേൾക്കാം സംസാരിക്കുന്നത്. ഞങ്ങളുടെ അങ്കിളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്നതനുസരിച്ച് സൗണ്ട് പുറകിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ ഇടയ്ക്ക് അവർ താഴ്ത്തടി ചേട്ടൻ അതുപോലെ തന്നെ അവിടെ ഒരു ശവക്കോട്ടയൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത്. അവിടെ നിന്ന് എന്തോ കണ്ട് പേടിച്ച് പരിചയമില്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ തോട്ടത്തിനകത്ത് ഇട്ട് തന്നെ കറക്കും. നമ്മൾ എൻ്റെ അത് കാവൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം ചെറിയൊരു കഥയാണ്. കഥയല്ല, ഒരാളൊരു സംഭവം കണ്ടിട്ട് അതിൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട്, അവൻ്റെ ഒരു കസിനുണ്ട് നമ്മുടെ നിൽപ്പുണ്ട്. അപ്പം അവൻ്റെ കസിൻ ഇതുപോലൊരു വഴി തൊട്ടപ്പുറത്തുള്ളൊരു വഴിയാണ്. അവിടെ രാത്രി ഇതുപോലെ നടന്നു വന്നപ്പോഴത്തേക്കിനും ഒരു മനുഷ്യൻ്റെ ശരീരവും അതായത് പശുവിൻ്റെ കാലുമുള്ള ഒരാളെ അവൻ നേരിട്ട് കണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കിനും ജസ്റ്റ് നമ്മുടെ കണ്ടൻറ്റായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം തിരക്കാനും അന്വേഷിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്നാളും അവനോട് നമുക്ക് ചോദിച്ചു നോക്കാം. അവരോട് ഇരിപ്പുണ്ട്. ഇരുട്ടാണല്ലോ കാണുന്നു. അപ്പോൾ പേരനാകണം അപ്പു. ശരിക്കുള്ള പേരനാ ബിജിത്ത്. നീ ഇങ്ങനെ മാറിപ്പോകുന്നു. ആടാ, എന്നാണ് സംഭവം ശരിക്കണ്ടായത്? ഇവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് ജസ്റ്റ് ഞാൻ മണ്ടക്കോട് വഴിയിലോട്ട് പോവായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് അവിടെ സാധാരണ സൗണ്ടൊക്കെ കേൾക്കുന്ന സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ പേടിച്ചിട്ടൊക്കെ ഉള്ളത്. എവിടെയാ? ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് ഞാൻ നേരെ കയറി പോകുമ്പോഴത്തേന് പെട്ടെന്ന് ഒരു പുക പോലെ ഒരു സംഭവം ഫ്രണ്ടിൽ നിന്ന് തന്നെ തോട്ടത്തിലോട്ട് കയറുന്നു. ഞാൻ പിന്നെ നേരെ മണ്ടയ്ക്ക് ഒന്ന് വണ്ടി ഓഫായി പോയി. കുറച്ചു നേരം പിന്നെ അവിടെ നിൽക്കുന്നു. കണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല നേരെ. പിന്നെ അപ്പം തന്നെ വണ്ടി വളച്ച് തിരിച്ചു പോകുന്നു. അന്നേരം പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ കാല് കണ്ടത് അവിടെ വെച്ച സംഭവം എന്നാ ശരി ക്ലിയർ ആയിട്ട് പറയാമോ? ഞാൻ ഒരു ദിവസം കമ്പനിക്കാരൻ്റെ അടുത്തോട്ട് പോവായിരുന്നു വണ്ടിയില്. അവന്റെ വീട് മണ്ടക്കോട്ട് പോകണം. ഞാനങ്ങോട്ട് കയറി പോകുമ്പോൾ അവിടെ വെട്ടമൊന്നുമില്ല. പല്ല് ഇട്ടാലും പെട്ടെന്ന് ആ ഭാഗത്ത് ലൈറ്റ് ഓഫായി പോകുന്നു. അങ്ങനെ ഒരു സ്പോട്ടാണ്. ആൾക്കാർ നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെയാണേലും കമ്പനിക്കാരായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ആയാലും അതിലേ അല്ല ആൾ നടക്കുന്ന പോലെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കും. പക്ഷെ വെട്ടം അടിച്ചൊന്നും നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ശരിക്കും ഉള്ളതാണോ? ഉള്ളതാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോഴും ആദ്യമായിട്ടൊരു കിട്ടിയത്. അത് കഴിഞ്ഞ ഇടയ്ക്ക് അവർ താഴ്ത്തടി ചേട്ടൻ അതുപോലെ തന്നെ അവിടെ ഒരു ശവക്കോട്ടയൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത്. അവിടെ നിന്ന് എന്തോ കണ്ട് പേടിച്ച് പുള്ളി അവിടെ നിന്ന് താഴെ ഇപ്പൊ തന്നെ പേടിച്ചു പോയി. പുള്ളിയുടെ വീട് ഇവിടെയാ. പുള്ളി അങ്ങ് താഴത്തെ വഴി പോയിട്ടാണ് വണ്ടി നടത്തുന്നതൊക്കെ. അപ്പൊ ഈ പശുവിന്റെ കാല് കണ്ടെന്ന് പറഞ്ഞ സംഭവം പശുവിന്റെ കാലായിട്ടല്ല, അല്ലാതെ എന്തൊരു അതിനൊരു രൂപം എന്ന് പറയാൻ കൃത്യമായിട്ട് അങ്ങോട്ട് അറിയത്തില്ല. പേടിച്ചു പോയത്. അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം അതോ ആളുകൾ മരിക്കുകയോ അങ്ങനൊന്നും ആയിട്ടില്ല. പിന്നെ പരിചയമില്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ തോട്ടത്തിനകത്ത് ഇട്ട് തന്നെ കറക്കും. നമ്മള് എൻ്റെ അത് കാവൊക്കെ ഉണ്ട്. ചുരുളി പോലെ അങ്ങനെയൊക്കെ ആൾക്കാർ പേടിച്ചിട്ടൊക്കെ ഉണ്ട്. നീ ഒറ്റയ്ക്ക് വരുന്നതാണോ? ഒറ്റയ്ക്കാരെ ഞാൻ അങ്ങോട്ട് പോയത് അന്നേരത്തേക്ക്. ഏകദേശം എത്ര മണിയായി കാണും? സമയം ഒരു 9 ആയിട്ടുള്ളൂ. ഈ ടൈം അല്ലേ? നൈറ്റ് ഒരു ടൈം ആയിട്ടുള്ളൂ. പേടിച്ചു പോയോ? എന്നാലും നമുക്ക് ഇവിടെ പറഞ്ഞു കേട്ടിട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത്ര ഇത് തോന്നി. നേരത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ? പോകാൻ പറ്റുമോ? ആൾക്കാർ കണ്ടിട്ടില്ല. എന്നാലും താഴെ ഇരിക്കുക ആയാലും മണ്ടക്കാരൻ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്നിട്ട് സൗണ്ട് കേൾക്കാം സംസാരിക്കുന്നത്. ഞങ്ങളുടെ അങ്കിളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. സംസാരിക്കുന്ന കേട്ടിട്ട് മണ്ടക്കോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നതനുസരിച്ച് സൗണ്ട് പുറകിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് മനസ്സിലായി. ഞങ്ങൾ അപ്പൊ തന്നെ തിരിച്ചു ഓടിപ്പോന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ പേർക്ക്. റബ്ബർ തോട്ടല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റും പറ്റുമോ? നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? പോയി നോക്കടാ ഉണ്ണി. പോയി നോക്ക. ഞാൻ അവിടെ പോയിട്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങോട്ട് ഇല്ലല്ലോ? വേറെ ഫേസ് കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ? പേരെന്നായിരുന്നു പറഞ്ഞ? അപ്പു. എന്നാ അറിയോ?
ഞാനിപ്പോൾ വണ്ടി ഓടിക്കാണ്. എവിടെയാ? എലൈറ്റിലോ? അതാ ഓടം വരെ പോടാ. സീനുണ്ടോ? നമുക്ക് പോകുന്നിടത്തെടുത്ത് നമുക്ക് മേളിൽ ചെന്നിട്ട് പോകുന്നിടത്ത് അവിടെ നിനക്കുള്ള കൊണ്ടുപോയി ഇപ്പഴത്താ പോരെ. ആ നല്ലത്. അല്ല ഇവനാ കണ്ട ഏരിയ ഒന്ന് കാണാനായിരുന്നു. ആ പൊക്കത്ത് മനസ്സിലായി. എന്റെ കണ്ണൊക്കെ ചുവന്നു കേട്ടോ. ചുമനോ? കണ്ണിനകത്ത് പോയി നോക്കാം. ടെൻഷൻ ഒന്നുമില്ല. എനിക്കെന്താ ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ. എന്നാ നമുക്ക് അങ്ങോട്ടൊന്ന് പോയേ. ആണോ? അമ്മമാരെല്ലാം കണ്ടുണ്ടോ ഇതുപോലെ? അമ്മമാരും അങ്ങനെ കണ്ടിട്ടായിട്ടില്ല. സൗണ്ടൊക്കെ കേൾക്കാം അല്ലേ? പോയി നോക്കാടാ സൗണ്ട് വല്ലതും ഉണ്ടോന്ന്. പേടിയുണ്ട്. എനിക്ക് പേടി. ഇപ്പൊ വേറെ സൗണ്ട് എടുത്തോ. ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കട്ടെ. എന്നെ പേടിയുണ്ടോ? ഭയങ്കര പേടി. അവിടെ ബ്രേക്ക് കുറവായിരിക്കുവേ. കണ്ട ഇവര് പിന്നെ കുഴിയാണത്. അറിയത്തില്ല. ഉണ്ടോ? ആണോ? കാവടാ ഞാൻ വേണ്ടി തിരിച്ചറിണ്ടേ. എവിടെ കാവട? ഇപ്പൊ പോകാൻ അമ്മമാര് പോടാ. വണ്ടി താക്കലിടുന്നത്. എവിടെയാ നീ കണ്ടത്? ഞാൻ കുറച്ചുകൂടെ മുകളിലായിട്ടാ. അവന്റെ കൂട്ടുകാരാണോ? അവനെന്നാ പറഞ്ഞ കാവിൽ തന്നെ സംഭവം? രാവിലെ ഇത് തന്നെ ഞാൻ പറഞ്ഞത്. തോട്ടത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് കറങ്ങാം. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അങ്ങോട്ടുള്ള വഴിയായിരിക്കും. പക്ഷെ ആ വഴി വന്നാലും നമ്മൾ എത്തത്തില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇച്ചിരി ലേറ്റ് ആയിട്ട് വരണം. അതിനാണ് ഞങ്ങൾ ആ സ്പോട്ടിലൊന്ന് ചെല്ലട്ടെ. അങ്ങോട്ട് വീഡിയോ അല്ലോ ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ഒരു വീട് ഉണ്ടായിരുന്നു നേരത്തെ. ഓണറിന്റെ ഈ സ്ഥലത്തിന് ഓണറുടെ വീട്. പുള്ളി മരിച്ചു പോയി. അവിടെ പുതിയൊരു വീട് പണിയുന്നു. തോട്ടോ ഇപ്പൊ എന്നാലും അങ്ങനൊക്കെ ഉണ്ടാകാൻ എന്നാ കാരണം വല്ല അറിയാവോ? ആ ഒരു ഐഡിയ ഇല്ലാത്ത കാര്യ. ഇവിടെ എത്തിയപ്പോ തന്നെ സംഭവം. ഇവിടെ വൈക്കാൻ നേരെ കയറി പോകുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേന് ഫ്രണ്ടിന്ന് ഒരു സാധനം ഇങ്ങനെ കയറി പോടാ. ഞാൻ കറക്റ്റ് അവിടെ ചെന്ന് വണ്ടി ഓഫായി പോയി. നേരെ പോകാൻ പറ്റത്തില്ല. തിരിച്ച് വരാൻ എനിക്ക് നെറ്റായി പോയി. പിന്നെ കുറച്ചു നേരം അവിടെ തന്നെ ഇന്ന് വണ്ടി ഓണായി. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു പോന്നു. നീ അവിടുന്ന് വന്നാണോ? ആ അവിടുന്ന് കയറി വരുവായിരുന്നു. എന്തൊക്കെയാണ് എൻ്റെ വീട്. ഇവിടുന്ന് ഇങ്ങനെ വന്നോ? അല്ല, നമ്മൾ ഈ ഒരു മൂലക്കായിട്ട് നിന്നിട്ട് ഞാൻ കയറി വരുമ്പോ കറക്റ്റ് ഇവിടുന്ന് കയറി ഇങ്ങനെ പോകുന്നു. അപ്പൊ നീ അവിടെ നിക്കുമ്പോഴത്തെ അവിടെ നിക്കുമ്പോ ഇവിടുന്ന് പാസ് ചെയ്ത് മേളിട്ട് പോയി. അപ്പൊ നീ കണ്ടിട്ട് നീ വണ്ടി എടുത്തോണ്ട് പോയത്. നീ ഇതിലെ പാസ് ചെയ്തപ്പോ നീ അങ്ങോട്ട് നോക്കിയോ? എനിക്ക് കാണാം എന്റെ ഫ്രണ്ടിന് ഒരു സംഭവം എന്തോ പോകുന്നുണ്ട്. അതെനിക്ക് കാണാം. എന്തുമാത്രം ദൂരം ഉണ്ടായിരുന്നു? വലിയ ദൂരമില്ല, എന്നാലും ഈ ഒരു വട്ടത്തിൽ ഈ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് കാണാറ്. ഇവിടെ ആ ലൈറ്റ് കൂടെ ഉള്ളതുകൊണ്ട് ലൈറ്റൊക്കെ ഇപ്പൊ ഇവിടെ വന്നാ പുതിയ ആണോ? ഇവിടെ ആണോ? നീ വന്നപ്പോ ഇരുട്ടായിരുന്നോ? അന്നേരമൊക്കെ ഇവിടെ എല്ലാം വെട്ടൊന്നുമില്ല. ഇതൊന്നും ഇല്ലായിരുന്നല്ലേ? ഓ ഇതിൽ തന്നെ ടെററായിരിക്കുമല്ലോ. ഇത് പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ഇത് പോകും. ആണോ? നീ ശരിക്കും പേടിച്ചു കാണല്ലേ? പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ തോട്ടത്തിനകത്ത് കയറാൻ പറ്റുമോ? പാമ്പ് കാണാതിരിക്കും അല്ലേ? ഇങ്ങോട്ട് പോയല്ലേ? ഇനി മറ്റേ വരത്തുപോക്കുമായിട്ട് വല്ല ബന്ധമുള്ള സംഭവമാണോ മണ്ണി? വെട്ടക്കൂല്ല. ഇതാണ് ഇവനെ കണ്ടെന്ന് പറഞ്ഞ സ്പോട്ട്. അപ്പം കുതിരക്കാലൊന്നും അല്ല കണ്ടല്ലേ?
ഇത് ഗായ്സ് ഇവൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. കുതിരക്കാലല്ല, ഇത് ഒരു പുക പോലെ കണ്ടെന്നാണ് പറയുന്നത്. ഇനി പുക വല്ലതും ആണോ? ഇവിടെ ആരും തീയെല്ലാം കത്തിച്ചിട്ടല്ല ആയിരിക്കുമോ? എന്തോ ഒരു എനർജി പാസ് ചെയ്യുന്ന ഇവൻ കണ്ടു രാത്രിയിൽ ഒരു 9 മണി ടൈമിൽ. പക്ഷെ അവൻ ആ ധൈര്യം സംഭരിച്ച് പാസ് ചെയ്ത് പോയി. പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയാണെന്ന്. ഇനി ഇതിനകത്ത് വല്ല ദുരൂഹതകളോ പണ്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഒരു കാര്യങ്ങളും അറിയത്തില്ല അല്ലേ? ഓണറൊക്കെ ആണോ? സൗണ്ട് പലരും കേട്ടിട്ടുണ്ട്. സൗണ്ടോ? സംസാരിക്കുന്നുണ്ട്. താഴെ ഇരിക്കുമ്പോഴത്തേന് നമ്മളെ സൗണ്ട് കേൾക്കും, സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേന് ആളെ കാണത്തില്ല. രാത്രി ഒറ്റയ്ക്കൊക്കെ വന്നാലോ? അറിയാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിയാ സാധ്യതയുണ്ട്. പേടിക്കും അല്ലേ? എന്റെ പണ്ടൊക്കെയുള്ള കൂട്ടുകാരനായാലും പോലും അവൻ ഈ വഴി പോകത്തില്ല, അവൻ അപ്പുറം വഴി ഇറങ്ങി വേറെ വഴിയുണ്ടോ? വന്ന വഴിക്കേ വരത്തുള്ളൂ. അങ്ങോട്ട് വീടൊക്കെ ഉണ്ടോ? നമ്മുടെ വീടൊക്കെ ഉണ്ട് ഇച്ചിരി അകത്തോട്ട്. എന്നാളും നിന്റെ ഇതൊന്നും അറിയാൻ വേണ്ടി വന്നാ എന്നാ സംഭവം അറിയണല്ലോ. ഇവൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ ഈ കണ്ടല്ലേ ചെയ്യുന്നത് മെയിനായിട്ട്, അതുകൊണ്ട് വന്നാ നമ്മളാദ്യമായിട്ട് കാണും അല്ലേ. അപ്പം പറഞ്ഞപ്പോഴത്തേക്കിനും ജസ്റ്റ് തിരിച്ചറിയാ പിന്നെ ഒന്നുമില്ല. കണ്ടന്റ് കിട്ടിയാ പോരാന്ന്. കണ്ടന്റ് ക്ഷാമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അറിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നത്. നേരത്തെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ മനുഷ്യന്റെ പിന്നെ കേട്ടിട്ടില്ലേ, മനുഷ്യന്റെ ശരീരവും ഇതുപോലെ കുതിരയുടെ പശുവിന്റെ കാലുള്ള ആൾക്കാരൊക്കെ ഇതിനു മുന്നേ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഇത് തന്നെ കുറച്ച് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്, ഇപ്പോഴല്ല പണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് ഓർത്ത് വന്നു. പക്ഷേ നീ കണ്ടത് പുകയായിരുന്നല്ലേ. അങ്ങനെ ആ ഒരു ഇതിലൊക്കെ നമുക്ക് കാണാം, ആ ഒരു ഫോമിലേ കാണാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നമുക്ക് ഞാൻ മറ്റേ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞില്ല എനിക്കൊരു ഫോട്ടോ ഫ്രെയിം പോലെ കാണാൻ പറ്റിയാലേ ഞാൻ വിശ്വസിക്കത്തുള്ളത്. അങ്ങനെയൊന്നും നമുക്കൊരിക്കലും കാണാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ കണ്ടിട്ടുള്ളവരുണ്ട്. കണ്ട സമയത്തെല്ലാം ഞങ്ങൾ താഴെയാണ് കമ്പനിക്കാർ അവിടെ ഇരിക്കുമ്പോഴത്തേന് സൗണ്ടൊക്കെ നമ്മുടെ അടുത്ത് വരെയും വരും തോട്ടത്തിനകത്തോട്. അന്നേരം ഈ മഴയൊന്നുമില്ല, ഉണക്കായുള്ള സമയം കഴിഞ്ഞേ ഉള്ളൂ. അന്നേരം നടന്നു വരുന്ന പോലെ നമുക്ക് തോന്നുന്നു, സൗണ്ട് നന്നായിട്ട് കേൾക്കാം. ആദ്യമൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല, പിന്നെയും ഇത് അടുത്ത് വന്ന് ഭയങ്കര സൗണ്ടാണ്. അവിടെ ഇവിടെ ചപ്പാനെങ്കിലും സൗണ്ട് മാത്രം കേൾക്കും, പക്ഷെ നമ്മൾ നോക്കത്തില്ല. പക്ഷെ നോക്കിയാൽ കാണത്തുമില്ല. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ അങ്ങിരിക്കും. പേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പേടിച്ചിരിക്കത്തേ ഉള്ളു. എന്തോ ആവാം, എന്തായാലും ഉണ്ടെങ്കിൽ നമ്മൾ പോയി നോക്കാന്നുള്ള. പക്ഷെ ഇത് നോക്കി കഴിഞ്ഞാൽ എന്തോ ഒന്നും കാണത്തില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ പലർക്കും പല എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ അല്ലേ ഉണ്ണി? എനിക്കൊക്കെ ആണെന്ന് വെച്ചാൽ ഓക്കെ. സത്യാവസ്ഥ അറിയണമല്ലോ. അങ്ങോട്ട് പോകണ്ട, വേണ്ടേ? സീനാണോ? ഇട്ട് കറക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിട്ട് കറക്കാൻ നീ വരാൻ പറ്റിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു ഒറ്റ വടിയില്ല ഞാൻ കയറി വരാൻ. പോയാലോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ. ഇപ്പോൾ വീഡിയോയിൽ പല വട്ടമുണ്ടോ? സോറി. എൻ്റെ മുഖം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞാൻ ഇപ്പോഴും സ്റ്റില്ല് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നിൽക്കുന്നത്. എല്ലാവരും വീഡിയോ എടുത്തിട്ട് അവിടെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു കാര്യം ഞാൻ അറിയാൻ വേണ്ടി വന്നാ. അപ്പം ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ദിവസം ഇറങ്ങാം. ഇവിടെ രാത്രി ഇച്ചിരി ലേറ്റ് ആയിട്ടേ ചിലപ്പോൾ ഇനി വരുവാണെങ്കിൽ നീ ചിലപ്പോൾ അറിയത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും, അങ്ങനെയാണ് നമ്മുടെ രീതി. എന്നാലും ഇത്രേ ഉള്ളൂ. അപ്പം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അപ്പം നിനക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ പോവാം. ഇതിപ്പം കവർ ചെയ്യാൻ ഓർത്ത് വന്നാ. ഏതാ അതൊക്കെ സെറ്റ് ചെയ്യാം, അതിനൊന്നും ഒരു ക്ഷാമമില്ല. ഇതിപ്പോൾ തോട്ടം വേണ്ട, അകത്തോട്ട് കയറാനൊരു മടി. ഇത് ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് കയറി പോകാമായിരുന്നു. അകത്തേക്ക് എന്തേലും പാമ്പ് കാണാമല്ലേ? എന്നാ വേണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. ഒരു ബൈ പറയാം. ബൈ. പിന്നെ ഒരു ബൈ പറയാം. ബൈ. ബൈ ബൈ.
ഗൈസ് അപ്പോൾ അവന്മാർ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ ഒന്നൊരു ഇടം വരെ നടക്കുകയാണ്. ജസ്റ്റ് ഒരു ടൈമൊന്നും ആയില്ല. ഞാൻ കണ്ടെന്ന് പറയുന്ന സംഭവം ഞാൻ മൂലി കണ്ട ആ പോയിൻ്റ് ഉണ്ടോ, ആ പോയിന്റിലാണ് കണ്ടത്. അവിടെ നിന്ന് ഉള്ളിലോട്ട് പോയത്. എന്നാൽ അവൻ പേടിച്ചിട്ടുണ്ടോന്നുള്ള അവൻ്റെ കറക്റ്റ് കാര്യം അവൻ പറയുന്നില്ല. പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് ഓർക്കാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. പൈസ എൻ്റെ കാല് സീനായിട്ടിരിക്കും കേട്ടോ. കാലൊന്ന് മടിഞ്ഞായിരുന്നു. എല്ലാ വീഡിയോയിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലായിരിക്കും ഞാൻ വരുന്നത്. ഇപ്പോൾ കാല് മടിയുണ്ട്. നല്ല കയറ്റമാണ്. അവന്മാർ നല്ല ഇറക്കത്തിട്ട് പോയിട്ടുണ്ട്. എന്നാലും എന്ത് ഇതായിരുന്നു സ്പോട്ട്. ഞാനോട് പറഞ്ഞു ഇപ്പോൾ നമുക്ക് വഴി എന്നാലും മനസ്സിലായിട്ടുണ്ട്. ആണെങ്കിൽ പിന്നീട് നമുക്ക് ഒറ്റയ്ക്ക് വരാം. അമ്മ ആ താഴെ നിൽപ്പുണ്ട്, നമുക്ക് കാണാണ്ട് അവിടെ നിൽപ്പുണ്ട്. അവിടെ വെച്ചാണ് കണ്ടത്. കറക്റ്റ് ഈ ഒരു സ്പോട്ടിൽ ആ ബൈക്കിൽ വന്നപ്പോഴത്തേക്കിനും ഒരു എക്സ്പ്ലനേഷൻ തരാം ജസ്റ്റ് അതിൻ്റെ. അതായത് അവൻ ഈ ഇറക്കം ഉണ്ടല്ലോ, ഈ കയറ്റം ഉണ്ടല്ലോ, ഈ കയറ്റം കയറി അവൻ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പം കറക്റ്റ് ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു സൈഡിലായിട്ട് ഒരു വെള്ള നിഴൽ വന്നിട്ട് ഇങ്ങനെ ഈ റബ്ബർ തോട്ടത്തിനകത്തിട്ട് പോയെന്നാണ് അവൻ പറയുന്നത്. അപ്പം അവൻ ജസ്റ്റ് ഇവിടെ പാസ് ചെയ്ത് കുറച്ച് കണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവൻ്റെ വണ്ടി ഓഫായി. അവൻ്റെ ഓൾറെഡി ഇത് കണ്ട് ഇതിൽ കൂടുതൽ സൂമിങ്ങില്ല. അപ്പം കണ്ട് പോയി. അവിടെയൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പം അതാണ് ഉണ്ടായത്. അപ്പം അവൻ്റെ അനിയത്തി ചേച്ചി ആരുണ്ടുണ്ട്. അപ്പം അവൻ്റെ എൻ്റെ കൂടെ വന്നില്ലേ ഉണ്ണി, ആ റെഡ് ഇട്ടത് അതാണ് ഉണ്ണി. ആദിഷ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. അപ്പോൾ ആ കൊച്ച് ഇവനോട് പറഞ്ഞത് പശുവിൻ്റെ കാലുള്ള മനുഷ്യനെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് എനിക്ക് ത്രില്ലിങ് ആയത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞങ്ങൾ പശുവിൻ്റെ കാലല്ല കണ്ടത്, അത് അവൻ്റെ പുക പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തോ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അവൻ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ രണ്ടുമൂന്ന് കൂട്ടുകാരായിട്ട് നിൽപ്പുണ്ട്. അവന്മാർ പറഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ ഇതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഈ ടൈമല്ല, ഇച്ചിരി ലേറ്റായിട്ട് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ വന്നാൽ നമുക്ക് ചിലപ്പോൾ എന്തേലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അപ്പം എന്നാൽ ഞാൻ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്, നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൻ്റെ പറഞ്ഞ സ്റ്റോറി നമുക്ക് എന്നാലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.